എല്ലാവർക്കും സ്നേഹവന്ദനം. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് പാലോടിനടുത്ത് പൊട്ടൻചിറ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. കുറച്ച് ദിവസം മുമ്പ് ഞങ്ങൾക്കൊരു ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ സ്ഥലങ്ങളിൽ ഞങ്ങളൊന്ന് സന്ദർശിക്കാൻ വേണ്ടി എത്തിയതാണ്. അപ്പോൾ അന്ന് ഞങ്ങളെ പരിചയപ്പെട്ട ഒരു അപ്പച്ചനും അമ്മച്ചിയുള്ള ഒരു സ്ഥലം ഉണ്ട്. ഒരു വീടും സാഹചര്യങ്ങളും കാര്യങ്ങളൊക്കെ ഞങ്ങൾ അല്പമായിട്ട് ഈ വീഡിയോയിലൊന്ന് കാണിക്കുകയാണ്. നമുക്കതൊന്ന് കാണാം. ഇതാണ് സുരേന്ദ്രൻ എന്ന് പറയുന്ന ഒരു അപ്പച്ചനും അമ്മച്ചിയും താമസിക്കുന്ന വീടാണ് കേട്ടോ. എത്ര വർഷം കൊണ്ട് അവർ താമസിക്കുന്ന വീടാണ്. ഞങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ നേരത്തെ കുറച്ച് നാളുകൾ മുമ്പൊക്കെ ഞങ്ങൾക്ക് ഈ ഏരിയയിൽ ഞങ്ങൾ ഇതേപോലത്തെ ഒത്തിരി കുടിലുകളുണ്ട്. ഇത് സമരഭൂമി എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഒത്തിരി കുടിലുകൾ ഇതേപോലെ ഈ സ്ഥലത്തുണ്ട്. പന്നി ഈ സ്ഥലം വന്നിറങ്ങും. വന്നിറങ്ങി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ എന്തെങ്കിലും ആദായങ്ങളുണ്ടോ കംപ്ലീറ്റ് അത് നൽകിയിട്ടേ പോകുള്ളൂ. പിന്നെ പട്ടികളുള്ളതെ കൊണ്ട് അതിനെ ഓട്ടിച്ച് ഇറക്കി വിടും. അന്നേരം പിന്നെ ലൈറ്റ് അടിച്ച് ഞങ്ങളും കൂടെ ഒക്കെ വരട്ടി പോകും. പോയിട്ട് അതേപോലെ തിരിച്ചു വരും. തിരിച്ചു വന്നിട്ട് പിന്നെ കൊണ്ട വല്ല ഉണ്ടെങ്കിൽ അത് ഇളക്കൊണ്ട് പോകും. അതാ ഇപ്പൊ പുറത്തൂടെ മണ്ടാണ് ഇപ്പൊ എടുക്കൊണ്ട് പോകുന്നത്. അത് മൂടെ അതിന്റെ മണ്ടാണ് കടിച്ചു കൂടി തിന്നുകൊണ്ട് പോകുന്നത്. വയ്യാതാകുമ്പോ കാട്ടിൽ പോയി ഈ വയ്യാനാണ് ഞാൻ ഇവിടെ ഇപ്പൊ വേദിക്കും. പിന്നെ കളവേറെങ്കിലും പണിയുണ്ടെങ്കിൽ അങ്ങ് പോകും. പല പലയിടത്തൊക്കെ കാട് പണിക്കൊക്കെ അതിനും വയ്യ. എന്നാലും ഈ കാട്ടിലുള്ള കാട് കിട്ടിയാനും ഒക്കെ തിന്നാനൊക്കെ പോകും. അതിൽ കിട്ടുന്ന ശമ്പളം കൊണ്ടൊക്കെ അതിനെ റേഷൻ കിട്ടും. അതുകൊണ്ട് ഉപ്പും മുഖം മാറ്റിയൊക്കെ നിൽക്കും. ഞാൻ പണികളുള്ള വയ്യ ആവുന്നതാണെങ്കിൽ ആ പാലോടെ അങ്ങും ഇങ്ങനെയൊക്കെ പണി വെളിയിലോട്ടൊക്കെ പണി കിട്ടും. പക്ഷേ ഇപ്പോഴും വയ്യാതായപ്പോൾ പിന്നെ ഇവിടെ തന്നെ കട്ടിലോട്ട് അവിടെ തന്നെ കിടക്കും. പിന്നെ അവിടെ തണുപ്പ് ഉള്ളത് കൊണ്ട് അവിടെ തന്നെ കിടക്കും. മോളെ വരുമായിരുന്നു. മോളിപ്പോ ഒരു വീട്ടുകാരിക്കൊക്കെ വീട്ടിലെ കൊണ്ട് അവർക്ക് കൊച്ചുങ്ങൾ ഉള്ളതെ കൊണ്ട് പിന്നെ വല്ല വെറുതെ കാര്യം പിന്നെ ഉള്ളത് വാങ്ങിട്ട് പോകും. മുഖം വാങ്ങിക്കാനൊക്കെ അവൾ വാങ്ങിട്ട് പോകും. റേഷനരി കിട്ടുന്നത് തന്നെ കാണും. പിന്നെ വീട്ടുകാരൊക്കെ എന്തെങ്കിലും പണിക്ക് പോകണമെങ്കിൽ അതിൽ കിട്ടുന്നത് ഉള്ളതുകൊണ്ട് ഇന്ന് പറ്റും. പിന്നെ സർക്കാരിൽ എനിക്ക് വേറെ പെൻഷൻ ഉള്ളത് തന്നെ. ഞങ്ങൾ നിൽക്കുന്നത് പൊട്ടൻചിറയാണ്. പൊട്ടൻചിറ പാലോട് വിതുര പോകുന്ന വഴിക്ക് പൊട്ടൻചിറ എന്ന സ്ഥലത്താണ്. നമ്മൾ കുറച്ച് ദിവസം മുമ്പ് കുറെ മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ ഞങ്ങൾക്ക് ഒരു പ്രവർത്തനം ഉണ്ടായിരുന്നു. ചെറിയ ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം കുറെ ദിവസങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾ വീണ്ടും വന്നത്. അവിടെ വെച്ച് ഞങ്ങൾ പരിചയപ്പെട്ട ഒരു അപ്പച്ചനും അമ്മച്ചിയും ഉണ്ട് ഇവിടെ. അപ്പച്ചന്റെ പേര് സുരേന്ദ്രൻ എന്നാണ് പേര്. സുരേന്ദ്രൻ. എത്ര വയസ്സ്? 63 അമ്മച്ചിയുടെ പേര് ഭാർഗവി. എത്ര വയസ്സായി? 62 വയസ്സായി. അപ്പോ ഇവരുടെ വീടാണ് നിങ്ങൾ ഈ കാണുന്നത്. ആ വീടൊന്ന് കാണിച്ചോട്. വീട് ഇതാണ് അവരുടെ വീട്. നമ്മൾ ഒത്തിരി സൗകര്യങ്ങളിലൊക്കെ താമസിക്കുമ്പോൾ ഇവർ താമസിക്കുന്ന വീടാണിത്. ഞാൻ ഇവരുടെ അടുത്ത് ഇവരുടെ ആഗ്രഹം ചോദിച്ചപ്പോൾ അവർക്ക് ഒരു ആഗ്രഹമാണ് ഉള്ളത്. ആ ആഗ്രഹം എന്ന് പറഞ്ഞാൽ മരിക്കുന്നതിന് മുമ്പ് നല്ലൊരു വീട്ടിൽ കയറി കിടക്കണം. ഇതാണ് ഇവരുടെ ആഗ്രഹം. അല്ലേ? എന്താണ്? അതെ അതെ. മരിക്കുന്ന മുമ്പ് ഞങ്ങൾക്ക് ഒരു നല്ലൊരു വീട്ടിൽ കിടന്ന് മരിക്കണം എന്നുള്ള ആഗ്രഹം. അമ്മച്ചിയുടെ ആഗ്രഹം എന്താ? എന്റെ ആഗ്രഹം വീട് നല്ലൊരു വീട് കിട്ടിയാണ് അതിനകത്ത് മരിക്കണം. അപ്പോ ഇങ്ങനെ ഒത്തിരി ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. കാരണം ഇതൊരു ഫോറസ്റ്റ് ഏരിയ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പന്നി ശല്യമുണ്ട്. അതുപോലെ കറണ്ട് കാര്യങ്ങളില്ല. അവർക്ക് ഈ ഭൂമിയിൽ പട്ടയം കിട്ടിയിട്ടുണ്ട്. എന്നാ കൈവശരേഖ അല്ലെ കൈവശരേഖ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഒരു വീട് ആവശ്യമാണ്.
കുറെ ആളുകൾ ഇവിടുത്തെ അധികാരികളൊക്കെ വീട് കൊടുക്കാമെന്നവര് പറയുന്നുണ്ട്. ഞങ്ങൾ ആരെയും കുറ്റം പറയുന്നില്ല, അവർക്ക് കിട്ടണം എന്നുള്ളത് ഞങ്ങളുടെ ആ ഒരു ആഗ്രഹമാണ്. പക്ഷെ നമുക്ക് ചെയ്യുന്നതിന് ഒരു പരിമിതിയുണ്ട്. നമ്മുടെ ട്രസ്റ്റിന് മുഖം എന്തെങ്കിലും ഒരു ചെറിയ രീതിയിൽ നമ്മളൊരു ക്രമീകരണം ചെയ്ത പിന്നെ അവരെ ആരും തിരിഞ്ഞു നോക്കൂല, ആർക്കും ഒരു സഹായം കിട്ടില്ല. അതുകൊണ്ട് നമുക്കും ആഗ്രഹം അവർക്ക് നല്ലൊരു ഒരു നിലവാരത്തിൽ അവർക്ക് ഒരു നല്ലൊരു വീട് കിട്ടണം. അതുപോലെ നമ്മുടെ മരിക്കുന്ന കാലം വരെ ഒരു ചെറിയൊരു മാടം നല്ലൊരു മാടത്തിൽ കിടന്നു. അതെ അതെ അതെ. അപ്പോ അവർക്ക് വെളിച്ചത്തിൽ കിടക്കണം, നല്ല ഒരു ബാത്റൂം സൗകര്യം വേണം, ഒന്ന് ഭയത്തോടെ ഭയമില്ലാതെ കിടന്നുറങ്ങാനുള്ള ഒരു അന്തരീക്ഷം ഇവിടെ വേണം. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ ദയവായിട്ടൊന്ന് ഷെയർ ചെയ്ത് സഹായിക്കുക. കാരണം ഷെയർ ചെയ്ത് ചിലപ്പോൾ കാണുന്ന ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ നമുക്കൊക്കെ പരിമിതിയുണ്ട്. എന്നാൽ ഇത് മറ്റുള്ളവർ അറിഞ്ഞ് ഇങ്ങനെയുള്ള അവസ്ഥയുള്ള ഇതൊരു ഈ ഏരിയയിലുള്ള ഒരു കുടുംബത്തിന്റെ കാര്യമാണ്. മറ്റൊത്തിരി പെൺകുട്ടികൾ മാത്രമുള്ള സ്ത്രീകൾ മാത്രമുള്ള സ്ഥലങ്ങളുണ്ട്. കറണ്ട് ഇല്ല, പഠിക്കാൻ നിവൃത്തിയില്ലാത്ത ആളുകൾ ഉള്ള സ്ഥലങ്ങൾ ഞങ്ങൾക്കുണ്ട്. പക്ഷെ ഞങ്ങളിപ്പോ അങ്ങനെയുള്ള ആളുകളെ ഇപ്പോൾ ഞങ്ങൾ ഈ വീഡിയോയിൽ മുമ്പിൽ കാണിക്കുന്നില്ല. കാരണം പെൺകുട്ടികളും സ്ത്രീകളൊക്കെ ആണ്, അവരെ ഞങ്ങൾ വീഡിയോയുടെ മുമ്പിൽ കൊണ്ടുവരുന്നില്ല. ഇതേപോലത്തെ കുടിലുകൾ വീടുകളിൽ താമസിക്കുന്ന ഒത്തിരി ആളുകളുണ്ട്. വേഗത്തിൽ ഇവരുടെ കാര്യങ്ങൾക്ക് ഒരു തീരുമാനം ഉണ്ടാക്കുക. അതിന് അധികാരികള് കണ്ണു തുറക്കുക. ഈ നാളുകളിൽ നിങ്ങൾ എല്ലാവരും, ഈ വീഡിയോ കാണുന്ന എല്ലാവരും, നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റുമെങ്കിൽ ഞങ്ങളുടെ നമ്പർ ഇതിൽ ഞങ്ങൾ കൊടുത്തിരിക്കും. ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ ഇവരിലേക്ക് എത്താനുള്ള കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞുതരാം. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ആർക്കെങ്കിലും ഇവരെ ഒന്ന് കൈത്താങ്ങാനോ സ്നേഹിക്കാനോ കഴിയുമെങ്കിൽ നിങ്ങൾ ഞങ്ങളെ അറിയിക്കുക, ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. ഇവരിലേക്ക് എത്താനുള്ള വഴികൾ ഞങ്ങൾ അത് ക്രമീകരിച്ച് തരും. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.